السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ربنا زدنا علما نافعا. സ്നേഹമുള്ള സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തെ ആഫിയത്തോടുകൂടെ സ്വീകരിക്കാനും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാനും പരിശ്രമിക്കാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ കർമ്മങ്ങളെല്ലാം അതിൻ്റെ ന്യൂനതകളെ പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വരുന്ന ദിനരാത്രങ്ങൾ അതിലേറെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ ഈമാനോടെ ഇഹ്തിസാബോടെ നിസ്കരിക്കുന്നവർ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ലൈലത്തുൽ ഖദ്ർ ഈമാനോടെ ഇഹ്തിസാബോടെ നിസ്കരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായ സംഭവം മുതൽ എല്ലാ കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് ഒട്ടനവധി ഗുണപാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു അധ്യായമാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പടയോട്ടത്തിന് നിമിത്തമായ ബദർ എന്നത്. ഹിജ്റ 2-ാം വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ബദറിലേക്ക് പോകുന്നതും ഒരിക്കലും പ്ലാൻ ചെയ്യാതെ പോയ ഒരു യുദ്ധം അവിടെ അരങ്ങേറുകയും ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാഉ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഈ തൗഹീദിന്റെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയാടിയ ഒരു സംഘവും മറുഭാഗത്ത് സത്യനിഷേധികളുടെ ഒരു സംഘവും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ ആ സംഭവത്തിൽ വിശ്വാസികൾക്ക് ആയത്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നതും ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ സംഭവത്തിൽ ഗുണപാഠങ്ങളുണ്ട് എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ അഥവാ വിശ്വാസികളുടെ സൈന്യത്തിൽ മാത്രമല്ല, സത്യനിഷേധികളുടെ സൈന്യത്തിലും വിശ്വാസികൾക്ക് ഗുണപാഠമുണ്ട്. ഒന്ന് എങ്ങനെയാകണം എന്നതിന്റെ ഗുണപാഠമാണ്, മറ്റൊന്ന് എങ്ങനെയാകരുത് നമ്മുടെ സമീപനം എന്നതിന്റെ ഗുണപാഠവും അധ്യാപനങ്ങളുമാണ് എന്നർത്ഥം. ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മദീനയിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല. നമുക്കറിയാം ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പിറന്ന നാട്ടിൽ പ്രബോധനം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് നിർബന്ധിതമായി ബലാത്കാരമായി ഹിജ്റ പോകേണ്ടി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിലെ ആളുകളുമായി കരാറുണ്ടാക്കി സ്വസ്ഥമായി അള്ളാഹുവിനെ ആരാധിച്ചും പ്രബോധനം ചെയ്തും ജീവിക്കാനാണ് മക്ക വിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. ആ ഹിജ്റയുടെ ചരിത്രം തന്നെ അങ്ങേയറ്റം വികാരഭരിതമായ ചരിത്രമാണ്. ചില ആളുകൾക്കൊന്നും അവർ സമ്പാദിച്ച സമ്പത്ത് കൊണ്ടുപോകാൻ സത്യനിഷേധികൾ അനുവദിക്കുന്നില്ല, ചിലരുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ വേദനയോടുകൂടെ പല പരീക്ഷണങ്ങളും കടന്നാണ് പ്രവാചകനും അനുയായികളും ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ആവശ്യവും ലക്ഷ്യവും മദീനയിലെത്തി സ്വസ്ഥമായി അള്ളാഹുവിനെ ആരാധിച്ചു പ്രബോധനം ചെയ്തു ജീവിക്കണം എന്നത് മാത്രമാണ്. പക്ഷെ മദീനയിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വസ്ഥമായി ജീവിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ വിടുന്നില്ല. മദീനയിലേക്ക് വന്നുകൊണ്ടിരുന്ന കച്ചവട സംഘത്തെയും കച്ചവട ചരക്കുകളെയും ഒക്കെ പിടിച്ചു വെക്കുക, അവരുടെ മദീനയുമായി കച്ചവട ബന്ധം നടത്തുന്നവരുമായി മക്കയിൽ കച്ചവട ബന്ധം വിച്ഛേദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മക്കയിലെ മുശ്രിക്കുകൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഒരു നാട് വിട്ട് ഹിജ്റ പോയി മറ്റൊരു നാട്ടിലെത്തിയിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വസ്ഥ ജീവിതത്തിന്
വിടാതെ ക്രൂശിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഖുറൈശികളുടെ ഒരു കച്ചവട സംഘത്തിന്റെ യാത്രയെ കുറിച്ച് പ്രവാചകൻ ഒരു വിവരം കിട്ടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു അവസരമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഹിജറ ചെയ്ത് വന്ന് 2 വർഷമായിട്ടും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്ത മക്ക മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക് ഒരു തിരിച്ചടി കൊടുക്കണം. അതിന് അവരുടെ കച്ചവട സംഘം ഷാമിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നുണ്ട്. ബദറിൽ വെച്ച് അവരെ തടഞ്ഞ് ആ കച്ചവട സംഘത്തെ ഒന്ന് ഗരാവോ ചെയ്ത് പ്രതിരോധിച്ച് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് ആഹ്വാനം ചെയ്താൽ ഇളവുള്ളവരല്ലാത്ത എല്ലാ പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരും നിർബന്ധമായും ജിഹാദിന് പോകണം. അങ്ങനെയാണ് ഇസ്ലാമിക നിയമം. എന്നാൽ ബദറിലേക്ക് നമുക്കറിയാം, സ്വഹാബികളുടെ കൂട്ടത്തിൽ 300 സ്വഹാബികൾ, 300 പരം സ്വഹാബികൾ മാത്രമാണ് ഈ ബദറിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. കാരണം ഇതൊരു യുദ്ധത്തിനുള്ള പുറപ്പാട് പോലുമല്ല. സൈന്യത്തെ പുറപ്പെടുപ്പിക്കുകയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കച്ചവട സംഘത്തെ പ്രതിരോധത്തിന് വേണ്ടി പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. അതുകൊണ്ട് ആരെയും നിർബന്ധിപ്പിക്കാതെ ഈ ആവശ്യത്തിന് തയ്യാറായി വന്ന 300 സ്വഹാബികൾ, 313, 14, 17 എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ സംഘത്തെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടു. നമുക്ക് കാണാം, പ്രവാചകന്റെ കൂടെ ആ യാത്രക്ക് ഉണ്ടായിരുന്നത് ഒരു 70-ൽ പരം ഒട്ടകം, 2ഓ 3ഓ വരുന്ന കുതിര. ഇതാണ് മക്കയിൽ നിന്നും മദീനയിൽ നിന്ന് ബദറിലേക്കുള്ള യാത്രക്ക് യാത്രാ സൗകര്യമായി പ്രവാചകന്റെയും സ്വഹാബികളുടെയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 300 വരുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ 70 ഒട്ടകം പര്യാപ്തമല്ലല്ലോ. അപ്പൊ അവർ നിശ്ചയിക്കുന്നത് 3 ആളുകൾക്ക് ഒരു വാഹനം എന്ന് നിലക്കാണ്. 3 ആളുകൾക്ക് ഒരു വാഹനം. 2 ആളുകൾ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യും, ഒരാൾ ഇറങ്ങി നടക്കും, ഒട്ടകത്തെ പിടിച്ചു നടക്കും. ഇങ്ങനെ ടേൺ മാറി മാറി ആളുകൾ, ഒരാൾ കയറുമ്പോ അടുത്തൊരാൾ കയറുമ്പോ മറ്റൊരാൾ ഇറങ്ങി നിൽക്കും. ഇങ്ങനെ 3 ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഒട്ടകത്തെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ യാത്രക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മിർസദ് ഇബ്നു അബി മിർസദ് റളിയല്ലാഹു അൻഹുമാണ്. ഇങ്ങനെ 3 ആളുകൾ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മിർസദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹത്താ നംശി അൻക ഇർകബ് യാ റസൂലല്ലാഹ് ഹത്താ നംശി അൻക. പ്രവാചകരെ, താങ്കൾ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല, താങ്കൾ ഈ ഉമ്മത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് താങ്കൾ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ മാറി മാറി നടന്നോളാം, ഞങ്ങളുടെ കൂടെ അവസരത്തിൽ അങ്ങ് ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻതുമാ ബിഅഖ്വാ അലൽ മശി മിന്നി. നിങ്ങൾക്ക് 2 പേർക്കും നടക്കാൻ എന്നെക്കാൾ ശാരീരികമായ കഴിവൊന്നുമില്ല, അതുകൊണ്ട് എന്റെ അവസരത്തിൽ ഞാൻ തന്നെ നടക്കും. അതുപോലെ തന്നെ വമാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ. നിങ്ങൾക്ക് 2 പേർക്കും നടക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അത് വേണ്ടാത്ത ഒരാളുമല്ല ഞാൻ. അതുകൊണ്ട് എന്റെ അവസരത്തിൽ ഞാൻ നടക്കും, നിങ്ങളുടെ അവസരത്തിൽ നിങ്ങളും നടക്കുക, എന്നിട്ട് ടേൺ തിരിച്ചു തന്നെ പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. നോക്കൂ, ഏതെങ്കിലും നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒരു ക്രിട്ടിക്കലായി ആ നിലക്ക് എതിർത്തുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ പോലും പ്രവാചകൻ ഏതെങ്കിലും നിലക്ക് ഒരു ഭൗതികമായ ആഗ്രഹത്തിന് പുറത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. പ്രവാചകന്റെ പ്രവാചകത്വം ഭൗതികമായി എന്തെങ്കിലും നേടാനാണ് എന്ന് പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ തന്റെ അനുയായികൾ സ്വതൃപ്തിയോടുകൂടെ പ്രവാചകന് കൊടുത്ത അവസരത്തെ ഉപയോഗപ്പെടുത്തണമായിരുന്നു ഒരു നേതാവ് എന്ന നിലയ്ക്ക്. ശരിയാണ്, ഞാൻ അങ്ങനെ നടക്കാം, നിങ്ങൾ താഴെ ഇരിക്കൂ എന്ന് പ്രവാചകൻ പറയണമായിരുന്നു. അങ്ങനെ പോലും ഭൗതികമായ ഒരു ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന പാഠമാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത്. ഏതായാലും ആ യാത്ര ബദറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അബൂ സുഫിയാൻ എന്ന് പറയുന്നത് വളരെ പരിചയസമ്പന്നനായ ഒരു നേതാവാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുരുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടാകുന്നു എന്നത് നേരത്തെ തന്നെ അബൂ സുഫിയാൻ, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം അത് മനസ്സിലാക്കുകയും എന്നിട്ട് ഇങ്ങനെ നമ്മുടെ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ പിടിച്ചടക്കാൻ മുഹമ്മദും സൈന്യവും വരുന്നുണ്ട് എന്ന വാർത്ത മക്കയിലേക്ക് അറിയിക്കുകയാണ്. മക്കയിലേക്ക് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ചങ്ങാതിയെ ഏർപ്പെടുത്തി അവിടെ പോയി സൈന്യവുമായി ബദറിലേക്ക് വരണം, അപകട നിലയിലാണ് ഖുറൈശികളുടെ കച്ചവട സംഘം ഉള്ളത് എന്ന വാർത്ത കൊടുക്കാൻ വമ്മം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു. ആ വ്യക്തി ആകട്ടെ വളരെ അപകടകരമായ സാഹചര്യമാണ് ബദറിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച്
മക്കയിലെത്തി ആളുകളോട് വിവരം പറഞ്ഞു. സ്വാഭാവികമായും മക്കക്കാർ സൈന്യത്തെ തയ്യാറാക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് വെറും 300 വരുന്ന സ്വഹാബികൾ. പിന്നെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ ഒരാഘോഷത്തിന്റെ പരിവേഷത്തിലാണ്, ഒരു അകമ്പടിയിലാണ് സൈന്യത്തെ അവർ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ, പിന്നെ അവരുടെ കൂടെ നർത്തകികളായ ആളുകൾ, കുടിക്കാൻ മദ്യം, അറുത്ത് തിന്നാൻ വേണ്ടി മാത്രമുള്ള ഒട്ടകങ്ങൾ, യാത്ര ചെയ്യുന്നതിന് പുറമെ അറുത്ത് തിന്നാൻ കൂടുതൽ ഒട്ടകത്തെ ഒക്കെ പിന്നെ സംഭരിച്ചാണ് അവർ ഒരു സൈന്യത്തെ ഒരുക്കി കൂട്ടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അബൂ സുഫിയാൻ ഈ വാർത്ത അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിക സംഘത്തിന്റെയും കയ്യിൽ പെടാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു ഭാഗത്തൂടെ മറ്റും ഒരു ആലോചന കൂടെ നടത്തുന്നുണ്ടായിരുന്നു. അബൂ സുഫിയാൻ കടലോട് ചേർന്ന ഒരു മാർഗത്തിലൂടെ പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് മടങ്ങിയെത്തി. പക്ഷെ എന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ എന്തിനാണോ സഹായം അഭ്യർത്ഥിച്ചത് ആ പ്രശ്നം ഇനിയില്ല, കച്ചവട സംഘം ഇവിടെ സുരക്ഷിതമായി മടങ്ങിയെത്തി, അതുകൊണ്ട് ഇനി ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു പടയോട്ടം ഇനി ആവശ്യമില്ല എന്ന് അബൂ സുഫിയാൻ അഭിപ്രായപ്പെട്ടു. പക്ഷെ അബൂജഹൽ അവിടെ പറയുന്നത്, നമ്മൾ എന്തിനാണ് മടങ്ങുന്നത്, എന്തിനാണ് ഈ പുറപ്പെട്ട സൈന്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ വേണ്ട എന്ന് പറയുന്നത്? കാരണം നമ്മുടെ കയ്യിലെ ഈ ആയുധവും സംഘബലവും അംഗബലവും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മക്കയിൽ പിന്നെ മദീനയിലേക്ക് പോയ മുഹമ്മദ് നമ്മൾ നടത്തിയ പ്രതിരോധം കാരണം ശുഷ്കിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പൊ പോയാൽ ഖുറൈശികളുടെ മക്കക്കാരുടെ പ്രതാപം പിടിച്ച് മുഹമ്മദിനെ തീർത്ത് നാമാവശേഷമാക്കി മടങ്ങി വരാൻ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ മുതിരുന്നത് എന്നതായിരുന്നു അബൂജഹലിന്റെ ഒരു ന്യായം. അത് പറഞ്ഞുകൊണ്ട് തന്നെ മടങ്ങിപ്പോകാൻ നിന്നിരുന്ന ചില ഗോത്രങ്ങളെ അബൂജഹൽ പിടിച്ചു വെച്ചു. എന്നിരുന്നാലും ചില ഗോത്രങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഇതിന് പുറപ്പെടേണ്ടതില്ല, പ്രശ്നം ഇവിടെ സോൾവ് ആയല്ലോ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുകയും ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് അബൂജഹലിന് പിശാചാണ് ശക്തി കൊടുത്തത്. പോയി പിന്നെ ഭൗതികമായ ഒരു വിജയവുമായി തിരിച്ചു വരാൻ എല്ലാ സാഹചര്യവും ഉണ്ട്, നമ്മുടെ സഹായവും ഉണ്ട്, അതുകൊണ്ട് പോകണമെന്ന് പിശാചാണ് സഹായം ബോധിപ്പിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ഏതായാലും അബൂ സുഫിയാൻ രക്ഷപ്പെട്ടതും മക്കയിൽ നിന്ന് സൈന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകനെയും സ്വഹാബികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിവരം കിട്ടുകയാണ്. അപ്പൊ സ്വാഭാവികമായും ചെറിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വന്നൊരു സംഘം ഇനി നേരിടേണ്ടിയിരിക്കുന്നത് സായുധ ബലവും പിന്നെ സർവ സായുധമായി വരുന്ന ഒരു സംഘത്തെ, യുദ്ധം ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചും ഒരുങ്ങിയും വരുന്ന ഒരു സംഘത്തെ നിരായുധരായിക്കൊണ്ട് നേരിടാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ചിത്രം എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കൂട്ടി ചർച്ച ചെയ്തു, എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ നമ്മൾക്ക് യുദ്ധം ചെയ്യാം. രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എന്ത് തീരുമാനിക്കാമെന്ന് പ്രവാചകൻ ഒറ്റക്ക് തീരുമാനിക്കാതെ സ്വഹാബികളുമായി കൂടിയാലോചിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എന്താണോ കൽപ്പിക്കുന്നത് അതോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് അങ്ങ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. അതുപോലെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊക്കെ ശക്തിയുക്തമുള്ള പിന്നെ പരിഗണന അല്ലെങ്കിൽ എല്ലാ നിലക്കുമുള്ള സഹായവും പ്രവാചകന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പും ഒക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ പറയൂ, നിർദ്ദേശം നൽകൂ, അഭിപ്രായങ്ങൾ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വല്ലാഹി ലകഅന്നക തുരീദു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അൻസാറുകളെ കുറിച്ചാണോ അങ്ങേക്ക് ആശങ്ക? അങ്ങ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ അങ്ങ് അൻസാരികളായി ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കഅന്നക തഖ്ശ അൻ തകൂനൽ അൻസാറു തറ ഹഖ്ഖൻ അലൈഹ അൻ തൻശുറക ഇല്ലാ ഫീ ദിയാരിഹിം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ആശങ്ക എന്താണ് എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു. കാരണം യസ്രിബിലെ ആളുകളുമായി കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറ് മദീനക്കകത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒറ്റക്കെട്ടായി നേരിടും, പ്രവാചകനെ സംരക്ഷിക്കുമെന്നായി. ബദറാകട്ടെ മദീനക്ക് പുറത്താണ്. അപ്പൊ സ്വാഭാവികമായും അൻസാറുകളായ ആളുകൾ അവരുടെ പ്രവാചകനുമായുള്ള കരാർ എന്താണ്? മദീനക്കകത്ത് നിന്ന് ഏത് ആക്രമണത്തെയും ചെറുക്കാനും പ്രവാചകനെ സംരക്ഷിക്കാനും ഒപ്പം ഉണ്ടാകും എന്നതാണ്. മദീനക്ക് പുറത്തുള്ള ബദറിൽ അതുണ്ടാകുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ആശങ്കപ്പെടുന്നതെങ്കിൽ അൻസാരികൾക്ക് വേണ്ടി പ്രവാചകരെ ഞാൻ അങ്ങയോട് പറയുന്നു, മറുപടി പറയുകയാണ്, അങ്ങ് എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ഞങ്ങളെയും കൊണ്ടുപോവുക.
എവിടെയാണോ ഞങ്ങൾ നിയോഗിക്കുന്നത് അവിടെ ഞങ്ങൾ നിയോഗിക്കുക. എവിടെ നിന്നാണോ ഞങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അങ്ങ് തീരുമാനിക്കുന്നത് അതുപോലെ അങ്ങ് തീരുമാനിക്കുക. ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്താണോ അങ്ങേക്ക് വേണ്ടത് അത് അങ്ങ് എടുത്തുകൊള്ളുക. എന്നിട്ട് എന്താണോ അങ്ങ് തരുന്ന മിച്ചം അത് ഞങ്ങൾക്ക് അനുവദിച്ച് നൽകുകയും ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് അങ്ങ് എടുത്തതായിരിക്കും മിച്ചമായി ഞങ്ങൾക്ക് തന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ സമ്പത്ത് നിന്ന് എന്ത് വേണോ അത് അങ്ങ് എടുക്കുക. എന്താണോ അങ്ങ് തരുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കും. ഈ കിട്ടിയ കുറച്ച് മുതലുണ്ടല്ലോ അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയം, ഇഷ്ടവും തൃപ്തിയും അങ്ങ് ഞങ്ങളിൽ നിന്ന് എടുത്ത മുതലിനെ കുറിച്ചായിരിക്കും. പ്രവാചകരെ, ഇനി ഏത് ഊടുവഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങൾ മുന്നിൽ നിന്നാലും അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാകും. ഒരു സംശയവും അങ്ങക്ക് വേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് ആത്മവിശ്വാസം കിട്ടിയത്. അൻസാറുകളും മുഹാജിറുകളും ഒക്കെ ഒറ്റക്കെട്ടായി പ്രവാചകന്റെ ഈ ദൗത്യത്തിൽ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. പ്രവാചകൻ പറഞ്ഞു, സീറു വഅബ്ശിറു ഫഇന്നല്ലാഹ വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. എന്നാൽ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. വഅബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക, അള്ളാഹു രണ്ടാലൊരു സൈന്യത്തിന്റെ വിഷയത്തിൽ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. എന്നിട്ട് സംഘത്തെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസാനത്തെ ഒരുക്കങ്ങളൊക്കെ നടത്തി ബദറിലേക്ക് പോയി. ബദറിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തമ്പടിക്കുന്ന സമയത്ത് സഹാബികൾ ഒരാൾ ഒന്ന് ചോദിക്കാണ്, പ്രവാചകരെ, ഇവിടെ നമ്മൾ നിൽക്കണം എന്നത്, ഇപ്പൊ ബദർ വിശാലമായി നിൽക്കുന്ന ബദറിന്റെ രണാങ്കണത്തിൽ ഉയർന്നൊരു പ്രദേശം ഒരു താഴ്ന്നൊരു പ്രദേശവുമുണ്ട്. താഴ്ഭാഗത്ത് അരുവികളുമുള്ള ഒരു പ്രദേശം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുവിക്ക് പിന്നിലായിക്കൊണ്ട് ക്യാമ്പ് അടിച്ചു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമാണ് ബദറിലെത്തുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി എഴുന്നേറ്റോട് ചോദിച്ചു എന്നാണ്, ഇവിടെ നിൽക്കണം എന്നത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണോ അതല്ല അങ്ങെടുത്ത തീരുമാനമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനെടുത്ത തീരുമാനമാണ്, ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാറ്റാവുന്നതുമാണ്. അപ്പൊ ഈ സ്വഹാബി അങ്ങോട്ടൊരു അഭിപ്രായം പറഞ്ഞു, ഇവിടെ നമ്മൾ നിന്നാൽ എല്ലാവർക്കും വെള്ളം കിട്ടുമല്ലോ, നമ്മൾ ശരിക്കും നിൽക്കേണ്ടത് ഈ അരുവിയുടെ മുന്നിലായിട്ടാണ്. അരുവി നമ്മുടെ പിന്നിൽ ഉണ്ടാകണം. അപ്പൊ നമുക്ക് വെള്ളം കിട്ടും, ശത്രുക്കൾക്ക് വെള്ളം കിട്ടാതെ യുദ്ധരംഗത്ത് പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, നിൽക്കേണ്ടത് എന്നൊരു അഭിപ്രായം ഒരു സഹാബി പങ്കുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെ ആകാം എന്ന് പറഞ്ഞ് മാറി നിന്നു. ആ ശൂറയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് പിറ്റേന്ന് ബദറിന്റെ രണാങ്കണത്തിൽ വളരെ വ്യക്തമായി കാണുകയും ചെയ്യുന്നുണ്ട്. സ്വഹാബികൾക്ക് പ്രവാചകനുമൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടുവോളം വെള്ളം കിട്ടി. അവരുടെ മണ്ണ് സുസ്ഥിരമായി ഉറച്ചു നിന്നു. മറുഭാഗത്ത് അവർക്ക് നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു, വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഒട്ടനേകം സഹായങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച ഒരു രാത്രി കൂടെയാണ് ബദറിന്റെ രണാങ്കണത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ഒരു ഘട്ടം ഘട്ടമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബദറിന്റെ രണാങ്കണത്തിലെത്തി. നാളെയാണ് അത് ബദർ ഒരു യുദ്ധമായി സംഭവിക്കുക എങ്കിൽ തലേന്ന് രണ്ട് വിഭാഗവും എത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ വിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അവർ എത്ര ആളുകൾ ഉണ്ട് എന്നൊന്ന് പരിശോധിച്ചു വരണം. അപ്പൊ ക്യാമ്പിന്റെ ചുറ്റുപാടും ഇങ്ങനെ നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബി ഇങ്ങനെ പരിശോധിച്ചതിന്റെ ശേഷം അദ്ദേഹം വന്നുകൊണ്ട് പറയാണ്, വല്ലാഹി ഹും കസീർ, അള്ളാഹുവാണ് സത്യം, അവർ ധാരാളം ആളുകളുണ്ട്. ശദീദുൻ ബഅസുഹും, എല്ലാവരും നല്ല തന്റെ ഇടമുള്ള കായികക്ഷമതയുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഖ്ബിറഹു കംഹും, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം എത്രയുണ്ട് എന്ന് പറയണം. അപ്പൊ എണ്ണം എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അത് മനസ്സിലാക്കാൻ കം യൻഹറൂന മിനൽ ജസർ, എത്ര ഒട്ടകത്തെ അവരൊരു ദിവസം അറക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഹാബി പോയി പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, അശറൻ കുല്ലയോ, യാത്ര പുറപ്പെട്ടത് മുതൽ എല്ലാ ദിവസവും 10 ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൽ ഖൗമു അൽഫുൻ, 1000 അടുക്കുന്ന ആളുകൾ ആ സമൂഹത്തിൽ ഉണ്ടാകും. നോക്കൂ, ഈ വർത്തമാനം പറയുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ ഫസ്വഹാബത്തു യഖുലൂന തംറാത്ത് വൽ മുശ്രികൂന യൻഹറൂന അൽ ഇബ്ല വൽ ജുസൂർ ലിയഖുലുഹാ. ഈ സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾ വിശപ്പടക്കാൻ വേണ്ടി കാരക്കകൾ പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഒരൊട്ടകപ്പുറത്ത് 3 ആളുകൾ യാത്ര ചെയ്ത് വന്ന് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അറുക്കാൻ വേണ്ടി മാത്രം 10 ഒട്ടകത്തെ കരുതി, ഓരോ ദിവസവും 10 ഒട്ടകത്തെ കരുതി മുശ്രിക്കുകൾ വന്നത്. ആ എണ്ണത്തെ പക്ഷെ ഇവർക്ക് ബാധിക്കുന്നേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ എണ്ണം
കുറഞ്ഞതാക്കി കൊടുത്തു എന്ന് സൂറത്തുൽ അൻഫാലിൽ പരിശുദ്ധ ഖുർആൻ പറയാൻ. ഇത് യുരീക്കുമുഹും, നിങ്ങൾ അവരെ കാണുന്ന ഘട്ടത്തിൽ ഇതിൽ തഖൈതും ഫീ അഅ്യുനികും ഖലീല, അവരെ കുറച്ചുള്ളൂ എന്നാണ് അവർക്ക് തോന്നിയത്. ഈ സംഘത്തിലെ ആളുകൾ ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, സ്വഹാബികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്ന വേളയിൽ പറയുമായിരുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഹത്താ ഇന്നി അഖൂലു ലിറജുലിൻ ഇലാ ജംബി, എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്വഹാബിയോട് ഞാൻ ഇങ്ങനെ പറയും, ആ തറാഹും സബഈൻ, അവരൊരു 70 ആളുകൾക്ക് ഉണ്ടാകും. ആ 1000-ഓളം വരുന്ന സംഘത്തെ കണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തൊട്ടടുക്കുന്ന നിൽക്കുന്ന സ്വഹാബിയോട് ചോദിച്ചു, ആ കാണുന്ന സംഘത്തെ കണ്ട് ഒരു 70 ഒക്കെ കാണും എന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ പറഞ്ഞു, അല്ല, അറാഹും ഒരു 100 ഒക്കെ ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വഹും ഖറാബത്തു അൽഫ്, 1000-ഓളം വരുന്ന സംഘത്തെ പ്രവാചകനും സ്വഹാബികൾക്കും, പക്ഷേ ആ ഒരു ഘട്ടം, പോരടിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരെ കുറച്ചായാണ് അള്ളാഹു സുബ്ഹാനഹു തോന്നിപ്പിച്ചത് എന്നാണ്. നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ കൂടെ ഒന്നിച്ച് പറഞ്ഞു പോയാൽ, ഒരു ഘട്ടത്തിലും മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവാണ് എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കാതിരുന്നിട്ടില്ല. എണ്ണം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിഷയമേ അല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യുദ്ധങ്ങൾ നടന്നതിൽ എല്ലാത്തിലും, ഹുനൈൻ യുദ്ധത്തിൽ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ സംഘടനകളിലും പോരാട്ടങ്ങളിലും സ്വഹാബികളുടെ എണ്ണം കുറവായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് സ്വഹാബികൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയുള്ള സംഘത്തോടാണ് എല്ലാ പോരാട്ടങ്ങളും നടന്നത് ഹുനൈൻ ഒഴിച്ച്. എന്നാൽ ആ ഹുനൈനാകട്ടെ, എണ്ണം കൊണ്ട് ധാരാളിത്തം ഉണ്ടായിരുന്ന ഹുനൈനാകട്ടെ ഒരല്പം പതർച്ച ഉണ്ടായ യുദ്ധവുമാണ്. അപ്പൊ നോക്കൂ, എണ്ണത്തിന്റെ വിഷയം മുസ്ലിമീങ്ങളെ സംബന്ധിച്ച ഒരു പ്രശ്നമേ അല്ല. മുസ്ലിമീങ്ങൾ ഒരു കാലഘട്ടത്തിലും അവരുടെ സംഘബലം കൊണ്ടല്ല വിജയിച്ചു പോന്നിട്ടുള്ളത്. ഏതെങ്കിലും നിലക്കുള്ള ഭൗതിക സഹായത്തിന്റെ മേലോ ഭൗതികപരമായ ഘടനകളുടെ മേലോ അവലംബിച്ചല്ല ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് സഹായം ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ആദർശത്തിന്റെ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. നോക്കൂ, ഈ വരുന്ന 300 ആളുകൾ അവരുടെ എണ്ണത്തിന്റെ 3 ഇരട്ടി വലിപ്പം വരുന്ന ഒരു സംഘത്തുമായി ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ രംഗങ്ങളിലും സഹായിക്കുന്നത് ഈമാനികമായ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മളും തന്നെ നമ്മളിൽ ഒരു പരിശോധന നടത്തേണ്ടത്. ഇപ്പൊ നമ്മളിങ്ങനെ പറയാ, നമ്മൾ ന്യൂനപക്ഷമാണ്, നമ്മളിവിടെ കുറഞ്ഞ ആളുകളായതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്, ന്യൂനപക്ഷമായതുകൊണ്ട് ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ തന്നെയാണോ? അതല്ല ഈമാനികമായ നമ്മുടെ ബലക്ഷയം കൊണ്ട് പ്രയാസപ്പെടുന്നതാണോ എന്നത് നമ്മൾ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിൽക്കാലത്ത് മുസ്ലിം സമൂഹം ധാരാളമായ വമ്പിച്ച പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമാണ്. എല്ലാ സമൂഹവും ഒരു ഭക്ഷണത്തളികയിലേക്ക് കൈയിട്ട് വാരുന്നത് പോലെ മുസ്ലിം സമൂഹത്തെ പ്രശ്നപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ സ്വഹാബികൾ ചോദിച്ചു, അഖില്ലത്തുൽ അഹ്യാ റസൂലല്ലാഹ്, അതെന്താണ് അന്നത്തെ ദിവസം മുസ്ലിങ്ങൾ കുറവായിരിക്കുമോ? എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ, ന്യൂനപക്ഷമായതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങളത് കുറവാകില്ല എന്ന് മാത്രമല്ല, അന്ന് ധാരാളം ആളുകൾ ഇസ്ലാമിൽ ഉണ്ടാകും, മുസ്ലിങ്ങളായിട്ടുണ്ടാകും. സ്വഹാബികളുടെ അന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ നാട്ടിലെയും ഇന്നത്തെ ലോകത്തെയും ഒക്കെ മുസ്ലിങ്ങളെ കണക്ക് നോക്കിയാൽ ധാരാളം ആളുകൾ ഇസ്ലാമിലുണ്ട്, റേഷൻ കാർഡിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദർശ പ്രതിബദ്ധതയില്ലാത്ത, ഈമാനികമായ കരുത്തില്ലാത്ത ഒരു ചപ്പുചണ്ടി ചവറുകൾ പോലെ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് എത്ര കരുത്തുണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാതെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന്റെ കൂടെ അങ്ങനെ ഒഴുകിപ്പോവുക എന്നല്ലാതെ വേരുറച്ച് താഴെ നിൽക്കുന്ന ഈമാനികമായ ശക്തിയും ബലവും ഇല്ലാതെയായിരിക്കും അന്ന് സമൂഹം ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ സത്യത്തിൽ അതിന് അർഹരാണോ എന്നത് പരിശോധിക്കേണ്ട ഘട്ടമാണ് ഇപ്പോൾ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കും അപ്പൊ കിട്ടുന്ന വല്ലാത്ത മറ്റൊരു അനുഭൂതിയുള്ള ഒരു സഹായമുണ്ട്. മഴ പെയ്തു, ബദറിന്റെ യുദ്ധക്കളത്തിൽ മഴ പെയ്തു. ഇവർ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ മഴ പെയ്തു. ആ മഴ പ്രവാചകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ഭയങ്കരമായ അനുഗ്രഹമാവുകയും ചെയ്തു. മറുഭാഗത്ത് അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ആ മഴ വല്ലാത്ത കരുത്ത് പകർന്നു. അവർ നിൽക്കുന്ന ഭാഗം, ആ മണ്ണൊക്കെ ഉറക്കാൻ ആ മഴ കാരണമായെങ്കിൽ അതേ മഴ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് പ്രശ്നം ഉണ്ടാക്കിയത് അവരുടെ നിലമാകെ ചതുപ്പാവുകയും കുതിരക്കും ഒട്ടകത്തിനും ഒക്കെ കാലുകുത്തിയാൽ പൊന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ചതുപ്പ് നിലയമായി മാറുകയും ചെയ്തു. ഒരേ മഴ വിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമായി, മറുഭാഗത്ത് സത്യനിഷേധികൾക്ക് വലിയ തലവേദനയുമായി എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉറക്കം, ഒരു നുആസിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സ്വഹാബികൾ കുറഞ്ഞ സമയം അപ്പുറത്ത് വലിയ സംഘമുണ്ട് എന്ന വിവരങ്ങൾ കേട്ട് ടെന്റിൽ, അല്ലെങ്കിൽ ഇവിടെ സ്വഹാബികളുടെ ടെന്റിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുറച്ച് ബേജാറായി ഉറങ്ങാതിരിക്കാണ് ശരിക്കും പ്രകൃതിപരമായി ചെയ്യേണ്ടത്.
പക്ഷെ സ്വഹാബികൾ വളരെ മനോഹരമായ ഒരു ഉറക്കം അവർ ഉറങ്ങി. ആ ഉറക്കത്തിന്റെ കരുത്ത് പിറ്റേ ദിവസം അവർക്കുണ്ടായി. മറുഭാഗത്തോ അവർ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അവരുടെ കയ്യിലുള്ള സംഘബലത്തിന്റെയും ആയുധബലത്തിന്റെയും ഒക്കെ ഒരു ബലത്തിൽ വളരെ ഈസി വാക്കോറായി ജയിച്ചു പോരും എന്ന് കരുതിയത് കൊണ്ട് തന്നെ മദ്യപിച്ചും പിന്നെ കൂത്താടിയും ആഘോഷിച്ചുമൊക്കെ അവർ കിടന്നുറങ്ങിയത് വൈകുകയും അങ്ങനെ ആ ഉറക്കം അവർക്ക് യുദ്ധക്കളത്തിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു എന്നും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉറക്കവും പിന്നെ മഴയും ഒരേ സംഗതികൾ ഒരു വിശ്വാസികൾക്ക് അത് അനുഗ്രഹമായി വന്നു, മറുഭാഗത്ത് അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമായി വരികയും ചെയ്തു. അറബികളുടെ ഒരു യുദ്ധ ശൈലി വെച്ച് ദ്വന്ദ്വയുദ്ധം കൊണ്ടാണ് യുദ്ധം ആരംഭിക്കുക. ദ്വന്ദ്വയുദ്ധം കൊണ്ടാണ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ആദ്യം ഒറ്റക്കൊറ്റക്ക് പോരാടും. ഒറ്റക്കൊറ്റക്ക് പോരാടിയതിന് ശേഷമാണ് കൂട്ടമായ ഒരു പോരാട്ടത്തിലേക്ക് പോവുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖുറൈശികളുടെ കൂട്ടത്തിൽ ഇത് മൂന്നാൾക്ക് മുന്നോട്ട് വന്നു. ഉത്ബത്തും ഷൈബത്തും വലീദും. നമ്മളെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള മക്കയിൽ വെച്ച് പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും ഒക്കെ അങ്ങേറ്റം വേദനിപ്പിച്ചിട്ടുള്ള മൂന്നാളുകളാണ്. അപ്പൊ ഇവരാണ് ആദ്യം ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തിന്റെ ഭാഗമായി ദ്വന്ദ്വയുദ്ധത്തിനു വേണ്ടി നിശ്ചയിക്കുന്നത് ഔഫ്, മുആദ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ 3 സ്വഹാബികളെയാണ്. ഈ 3 സ്വഹാബികളും അൻസാറുകളായ സ്വഹാബികളാണ്. ഇവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് ഇസ്ലാമിക സൈന്യത്തിന്റെ തലവൻ എന്ന നിലയ്ക്ക്. പക്ഷെ ഖുറൈശികൾ അഹങ്കാരത്തോടുകൂടെ അപ്പൊ പറഞ്ഞു എന്നാണ്, ഞങ്ങൾക്ക് പിന്നെ ഖുറൈശികളെ തന്നെ വേണം, ഞങ്ങൾ അവരോടാണ് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് മദീനക്കാർ മാറി നിൽക്കട്ടെ, ഖുറൈശികൾ മുന്നോട്ട് നിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഹങ്കാരത്തോടുകൂടെ ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ 3 ആളുകളെയും നിശ്ചയിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു വലീദിനോട് ഏറ്റുമുട്ടി, ഹംസ ഷൈബയോട് ഏറ്റുമുട്ടി, ഉബൈദ ഉത്ബത്തിനോട് ഏറ്റുമുട്ടി. ദ്വന്ദ്വയുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എല്ലാ നിലക്കും പിന്നെ തോൽവിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, കരുതി വന്നിരുന്നവർ, മുസ്ലിം സമൂഹം, സൈന്യം, ആയുധങ്ങളില്ലാത്ത, ഭൗതികപരമായ ഒരു സമ്പത്തും കയ്യിലില്ലാത്ത ഒരു സംഘം, അവർ നശിക്കുന്ന അല്ലെങ്കിൽ പിന്നെ തോൽക്കുന്ന ഒരു രംഗമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ കൃത്യമായ മേധാവിത്വം ഇസ്ലാമിക സൈന്യത്തിന് ലഭിക്കുന്നു. അപ്പോൾ തന്നെ മറുഭാഗത്ത് ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞ് സൈന്യം രണ്ടും ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്തെ വളരെ കൃത്യമായി നിയന്ത്രിക്കുന്നു. എന്നിട്ട് ഒരു ഹൈമ, ഒരു ഉയർന്ന പ്രദേശം കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅഅതനി, അല്ലാഹുവേ നീ എനിക്ക് തന്ന വാഗ്ദാനം നീ നിറവേറ്റണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദി അബദാ, ഈ സംഘമെങ്ങാനും ഇവിടെ നശിപ്പിക്കപ്പെട്ടു പോയാൽ പിന്നീട് ഒരിക്കൽ നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവില്ല, റബ്ബേ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, അബ്ശിറൂ ഇന്നല്ലാഹ വഅദനി ഇഹ്ദ ത്വായിഫത്തൈൻ, രണ്ടാമൊരു സംഘത്തിന്റെ വിജയത്തെ അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ വാഗ്ദാനം ചെയ്ത സഹായവും സംഘവും ആരാണ് എന്ന് ആ വാചകത്തിൽ തന്നെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യുദ്ധത്തിന്റെ തലേ ദിവസം, യുദ്ധത്തിന്റെ വേളയിലും ഒക്കെ സഹാബികൾ പറയുന്ന വളരെ പിന്നെ കൗതുകമുള്ള കാഴ്ച. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിം, തലേ ദിവസം സ്വഹാബികൾ എല്ലാവരും അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ ശാന്തമായി ഉറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഉറങ്ങുകയായിരുന്നില്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത ശജറതി യുസല്ലി വയബ്കി ഹത്താ അസ്ബഹ, പ്രവാചകൻ നേരം വെളുക്കുന്നത് വരെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ബദറിൽ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സംഭവത്തെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, പ്രവാചകൻ കൈകൾ രണ്ടും ആകാശത്തേക്ക് നേരെ ഉയർത്തിപ്പിടിച്ച് പ്രവാചകന്റെ ശാട് താഴേക്ക് വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ കണ്ണുനീര് കൊണ്ട് താഴെയുള്ള മണൽത്തലം നനയുമാർ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നോണ്ട് ചോദിച്ചു, പ്രവാചകരെ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ, ശക്തമായ പോരാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മേധാവിത്വം നമുക്കാണ് പ്രവാചകരെ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്ന് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്ന ഒരു ഘട്ടം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലാണ് ഇത് കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഗുണപാഠം നോക്കൂ, തലേ ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ അരികിൽ വന്ന് ഉത്ബത്തും ഷൈബത്തും വലീദും ഒക്കെ മരണപ്പെടുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കാണിച്ച് വിജയത്തിന്റെ ഒരു സന്തോഷവാർത്ത പ്രവാചകനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. തലേ ദിവസം അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും അടക്കം മുശ്രിക്കുകളുടെ നേതാക്കന്മാർ എവിടെയായിരിക്കും
അവർ വധിക്കപ്പെടുക എന്ന് അടയാളപ്പെടുത്തി കാണിച്ചു കൊടുത്ത് ഇസ്ലാമിക വിജയത്തെ കുറിച്ച് വിവരം കൊടുത്തിട്ടുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഉറപ്പ് നൽകപ്പെട്ട വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കുന്നതിന് വിനയത്തോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഗുണപാഠം, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഗുണപാഠത്തിലേക്ക് തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ വാഗ്ദാനമൊന്നും ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നിടത്ത് ഇത്ര കണ്ടൊരു ആത്മാർത്ഥതയും പ്രാർത്ഥനയൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. സ്വന്തത്തോട് ഇതിൽ നിന്ന് ഗുണപാഠം, വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യത്തിനു വേണ്ടി അത്രയേറെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ഒന്ന് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല, ഉറപ്പ് വന്നിട്ടില്ല. ആ സംഗതികൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് എത്ര കണ്ട ആത്മാർത്ഥതയും ശ്രദ്ധയും നമ്മൾ കാണിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം ഏറ്റെടുക്കുകയും കൂടെ ചെയ്ത് വളരെ ഒരു വലിയ വിജയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന രീതികളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്കുകളോട് അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ എന്താക്കുക, മുഅ്മിനീങ്ങൾക്ക് ശക്തി കൊടുക്കുക എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നും മലക്കുകൾ അവതരിപ്പിക്കപ്പെട്ടു ബദറിൽ എന്നും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബികൾ പറയാണ്, ഞാൻ ഇങ്ങനെ വെട്ടാൻ വേണ്ടി കൈ ഓങ്ങുകയേ ചെയ്യുന്നുള്ളൂ, തലകളും കൈകളും ഒക്കെ വെട്ടിമാറുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മലക്കുകളെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സഹായത്തിന് ഇറക്കി തന്നതാണ് എന്ന് പറഞ്ഞു. ചില മലക്കുകൾ മലക്കാൽ വധിക്കപ്പെട്ടിരുന്ന ശത്രുക്കൾക്കൊക്കെ ഒരു പ്രത്യേക രൂപവും അവരുടെ ഒരു രീതിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച് ആ രംഗം പരിപൂർണമായും ഇസ്ലാമിന് വിജയകരമായ രംഗമാക്കി മാറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഇവരുടെ ഇറക്കം, മലക്കൾ ഇറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അബൂ സുഫിയാൻ മക്കയിലേക്ക് എത്തിയതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു പുറപ്പാടിന്റെ ആവശ്യമില്ല, നമുക്കിത് പിരിച്ചുവിടാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അബൂജഹലാണ് പറഞ്ഞത്, നമ്മുടെ കയ്യിലെ ശക്തി കൊണ്ട് നമുക്കത് പിടിച്ചടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിന് പോകണമെന്ന് അവർ പറഞ്ഞത്. ഖുർആൻ പറയാനും ആ സംഘം അവരെ അപ്പോ ഒരു ശക്തി കൊടുത്ത് പിടിച്ചു നിർത്തിയ പിശാച് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി സഹായിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിൻവലിഞ്ഞു പോയി. ഖുർആൻ പറയാണ്, ഇനി നമുക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് പിശാച് മടങ്ങിപ്പോയി. ഒരു ഘട്ടത്തിൽ അങ്ങനെയാണ് അവരെ പിശാച് സഹായിച്ചത്, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ചത്. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഭൗതിക കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയുള്ളതാണ് എന്നവരെ ബോധിപ്പിച്ചു. ഈ സംഘവുമായി ചെന്നാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനു മടങ്ങണം എന്ന് പിശാച് അവരെ പ്രേരിപ്പിച്ചു. ഇനി ഇജാറുലക്കും, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് പിശാച് പറഞ്ഞു. പക്ഷേ യുദ്ധരംഗത്ത് രണ്ട് സംഘവും കൂട്ടിമുട്ടുന്നത് കണ്ടപ്പോൾ, ഏറ്റുമുട്ടുന്നത് കണ്ടപ്പോൾ അവൻ കാല് പിന്നോട്ട് വലിച്ചു പോയി. വകാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളോട് വിദൂരസ്ഥനാണ്. ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് പിശാച് രംഗം മാറി നിന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ് സൂറത്തുൽ അൻഫാലിലൂടെ. അപ്പൊ ഈ സംഭവം നമുക്ക് നൽകുന്ന ഒരു ഗുണപാഠമുണ്ട്. അത് ബദറിൽ മാത്രമല്ല, പിശാച് എല്ലാ സ്ഥലത്തും അങ്ങനെയായിരിക്കും. തിന്മയിലേക്ക് നമ്മൾ തള്ളിയിടുന്നത് വരെ ന്യായങ്ങൾ പറഞ്ഞ്, ന്യായങ്ങൾ നിരത്തി തന്ന് നമ്മുടെ മനസ്സിന് ഇതാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തി ഇനി ജാറിലക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സംഭവം അതിനോടടുത്ത് തിന്മയോട് നമ്മൾ അടുത്ത് തിന്മയിൽ നമ്മൾ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അവന്റെ ഉദ്യമം കഴിഞ്ഞു, അവൻ മടങ്ങിപ്പോകും. അപ്പോഴാണ് നമുക്ക് കുറ്റബോധം തോന്നുക, വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് നമുക്ക് തോന്നുക. അതുവരെ ന്യായങ്ങൾ പറഞ്ഞ് ഇതാണ് ശരി എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി നമ്മുടെ കൂടെ ഉണ്ടാകും പിശാച്. അത് ബദറിൽ നിന്നല്ല, എല്ലാ ഘട്ടത്തിലും പിശാച് അങ്ങനെയാണ്. ബദറിൽ ആ പിശാചിന്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോയവർക്കുണ്ടായ പതനം, അതിനെ അതിജയിക്കാൻ കഴിഞ്ഞ ഇസ്ലാമിക സൈന്യത്തിന്റെയും സംഘത്തിന്റെയും വിജയം, ഇതാണ് പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ നമ്മളെപ്പോഴും ഒരു ഗുണപാഠമായി എടുക്കേണ്ടത്. ബദറിൽ നമുക്ക് നൽകുന്ന മറ്റൊരു വളരെ മനോഹരമായ ഒരു ഗുണപാഠമുണ്ട്. അത് ഈ സംഘത്തെ ഒരു കുട്ടി കൊണ്ടുപോയത് നമ്മൾ പറഞ്ഞല്ലോ അബൂജഹലാണ്. ഖുർആൻ പറഞ്ഞു, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്റൻ വറിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. നിങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് അഹങ്കാരത്തോടുകൂടെ ജനങ്ങളെ കാണിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു വെക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സംഘത്തെ പോലെ നിങ്ങൾ ആകരുത്. ഇത് സൂറത്തുൽ അൻഫാലിൽ ബദർ യുദ്ധത്തിന്റെ ചരിത്രം വിവരിച്ചു പോകുന്നിടത്ത് മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ സൈന്യത്തെ കുറിച്ച് പരാമർശിച്ച് പറഞ്ഞ വാചകമാണ്.
അവരുടെ സംഘം, അവരുടെ ഒരു അഹങ്കാരം എന്തായിരുന്നു? കയ്യിൽ ആയുധബലമുണ്ട്, സമ്പത്തുണ്ട്, പിടിച്ചടക്കാൻ പറ്റിയ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ട് എന്ന അഹങ്കാരത്തിന്റെ പുറത്താണ് ആ സംഘം വന്നത്. നോക്കൂ, അതിന് നേതൃത്വം കൊടുത്ത അബൂജഹലിന്റെ പതനം അത് ചരിത്രത്തിൽ വല്ലാത്തൊരു ഗുണപാഠമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിന്റെ രണ്ട് ഭാഗത്തും യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ രണ്ട് ഭാഗത്തും ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ ആ കുട്ടികളുടെ ഒരു ചെറുപ്പത്തിന്റെ ഒരു പ്രതീകമായി പറയാണ് ഹദീസുൽ അസ്നാൻ, പല്ലുകൾ പോയി പുതിയ പല്ലുകൾ വന്ന അത്ര പ്രായമേ ആയിട്ടുള്ളൂ ചെറിയ കുട്ടികൾ. അവർ ഒന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ? അപ്പോ ഭയങ്കര കൗതുകത്തോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അബൂജഹലിനെ അറിയാം. എന്താണ് കാര്യം? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു തരണം. മക്കയിൽ വെച്ച് നമ്മുടെ പ്രവാചകനെ വേദനിപ്പിച്ച പീഡിപ്പിച്ച അബൂജഹലിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അവന്റെ രക്തത്തെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മുആദ്, മുഅബ്ബദ് എന്ന് പേരുള്ള 14 വയസ്സ് തികയാത്ത രണ്ട് കുട്ടികളുടെ ബാലന്മാരുടെ കഥയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ രണ്ട് കുട്ടികൾ രണ്ട് ഭാഗത്തുനിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂജഹൽ ഞങ്ങൾക്ക് കാണിച്ചു തരണം. പ്രവാചകനെ വേദനിപ്പിച്ച, ഞങ്ങളുടെ സഹോദരങ്ങളെ മക്കയിൽ വെച്ച് വേദനിപ്പിച്ച കഥയും കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓങ്ങി വെച്ചതാണിത്. ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ, നിരായുധരായ നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ അമീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായും ആയുധബലവും സംഘബലവും ഉള്ള മറുസംഘം എത്ര ശക്തമായിട്ടായിരിക്കും അവരുടെ അമീറിനെ സംരക്ഷിക്കുക എന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇന്ന ആളാണ് എന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവർ അബൂജഹലിനെ തേടി പോവുകയും അവർ കഥ കഴിക്കുകയും ചെയ്തു. ബദർ യുദ്ധം കഴിഞ്ഞ ഈ രണ്ട് കുട്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് കടിപിടി കൂടുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവർ പറയാണ്, ഞാനാണ് കൊന്നത്. അല്ല, മറ്റാൾ പറയാണ്, അല്ല, ഞാനാണ് കൊന്നത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും വാൾത്തലപ്പ് കാണിച്ചു തരണം. ഇവർ രണ്ടുപേരും വാൾത്തലപ്പ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുമാണ് കൊന്നത് എന്ന് സന്തോഷ വാർത്ത പറഞ്ഞ് മടക്കി വിടുക ചെയ്തത്. നമുക്കുള്ള ഒരു ഗുണപാഠം നോക്കൂ. ആയുധബലം ആരും ഞങ്ങൾ അതിജയിക്കില്ല എന്ന് അഹങ്കരിച്ചു വന്നൊരു സംഘത്തിന്റെ തലവൻ നിസാരരായ രണ്ട് ബാലന്മാരുടെ കൈകളെ കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളയുന്നത്. ചരിത്രത്തിൽ ഉടനീളം അഹങ്കരിച്ചവർക്കൊക്കെയും അവരഹങ്കരിച്ചതിന്റെ അതേ മാതൃകയിലാണ് അള്ളാഹു നാശത്തെ വിധിച്ചിട്ടുണ്ടാവുക. എല്ലാ ചരിത്രത്തിലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഹൂദ് നബിയുടെ സമൂഹം, ആദ്യ സമുദായം, അവർ വലിയ വലിയ പർവ്വതങ്ങൾ തുറന്ന് വീടുകൾ ഉണ്ടാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ഈ വീടുകളെ തകർത്തുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ നിന്റെ അള്ളാഹ്ക്ക് കഴിയില്ല എന്നായിരുന്നു ഹൂദ് നബിയോട് നടത്തിയ വർത്താനം. കാറ്റുകൊണ്ടാണ് അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിക്കുന്നത്. വളരെ നിസ്സാരമായ കാറ്റുകൊണ്ട്. മനുഷ്യരെല്ലാവരും കൂടെ ഉന്തി തള്ളിയിട്ടാൽ വീടില്ല എന്ന് അഹങ്കരിച്ചവർ കാറ്റുകൊണ്ട് അള്ളാഹു അവരെ തീർക്കുകയാണ് ചെയ്തത്. നൈലാണ് ലോകത്തിന്റെ പൈതൃകം, ആ നൈൽ എന്റെ അധികാര പരിധിയിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഫിറൗനിനെ വെള്ളത്തിൽ മുക്കിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണപാഠം, അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വകുപ്പുമില്ല. അഹങ്കരിക്കുന്നവർ മക്കളെ കൊണ്ടാണോ, സമ്പത്ത് കൊണ്ടാണോ, ആരോഗ്യം കൊണ്ടാണോ അഹങ്കരിക്കുന്നത്? ആ അഹങ്കരിക്കുന്ന വകുപ്പ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ റഹ്മാനായ റബ്ബിന് സാധിക്കുമെന്നത് ചരിത്രത്തിലുടനീളം നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ, നിങ്ങൾ ആളുകളോട് മുഖം തിരിച്ചു കളയാൻ പാടില്ല. ആരെയും ചെറുതാക്കി കണ്ട് കയ്യിലുള്ള വിഭവങ്ങളെ കൊണ്ട് അഹങ്കാരം നടിക്കണ്ട. ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കുകയും വേണ്ട. അള്ളാഹു അഹങ്കാരത്തെ പിടികൂടും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങൾ, ഇത് ഫതഹാകുന്ന ഈ ബദർ യുദ്ധത്തിലെ വിജയം എന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ, ഈ രണ്ട് സംഘത്തിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിലും ഖുറൈശികളുടെ സംഘത്തിലും നമുക്കൊട്ടനേകം ഗുണപാഠങ്ങൾ പഠിച്ചു പോകാനുണ്ട്, പുലർത്തി പോകാനുണ്ട്. അത് ഉൾക്കൊള്ളലാണ് ബദർ രണാങ്കണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠം. ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, എന്റെ മകൻ ഹാരിസ പ്രവാചകരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സ്വർഗാവകാശിയാണെങ്കിൽ ഞാൻ സ്വബർത്തു, ഞാൻ ക്ഷമിക്കും, തയ്യാറാണ്. സ്വർഗാവകാശിയായിട്ടാണ് എന്റെ മകൻ മരണപ്പെട്ടു പോയതെങ്കിൽ, രക്തസാക്ഷിത്വം വഹിച്ചതെങ്കിൽ എനിക്കത് പിടിച്ചു നിൽക്കാൻ ഈ വേറെ ബുദ്ധിമുട്ടുകളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ അറിയുമോ, ഇന്ന ഫിൽ ജന്നത്തി ജിനാൻ, സ്വർഗത്തിൽ വ്യത്യസ്തങ്ങളായ പൂന്തോപ്പുകളുണ്ട്. ആ പൂന്തോപ്പുകളിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിലാണ് നിങ്ങളുടെ മകൻ ഹാരിസയുടെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി തിരിച്ചു പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവർ മടങ്ങി പോകുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നോക്കൂ, നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് വെച്ചു പുലർത്താൻ പറ്റുമോ? ഏതോ ഒരു അപകടത്തിലോ മറ്റോ ഒക്കെ ആയി മരണപ്പെട്ട് മരവിച്ചു നിൽക്കുന്ന കുട്ടിയുടെ മയ്യത്തിനരികിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ, ആ സ്വർഗത്തിൽ എനിക്കും ഒരു വിഭവമായി മാറാൻ പാകത്തിൽ ഞാൻ തർബിയത്ത് കൊടുത്ത് വളർത്തിയിട്ടുണ്ട്, എന്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ
പ്രവാചകന്റെ അരികിൽ വന്ന് ആത്മവിശ്വാസത്തോടുകൂടെ ചോദിക്കുന്നത് പോലെ മനസ്സിലൊന്ന് തട്ടി ഇത് സ്വർഗത്തിലെ വിഭവമാണ് എന്ന് പറയാൻ സാധിക്കുമോ എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധവേളയിൽ സ്വഹാബികൾക്കിടയിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായി നിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കൂ സഹപ്രവർത്തകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ആ ജന്നത്തുൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണോ ഈ രക്തസാക്ഷിത്വത്തിലൂടെ നമുക്ക് ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതെ. അപ്പോഴാണ് നമ്മൾ ചരിത്രത്തിൽ എത്രയോ തവണ കേട്ടിട്ടുള്ള സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞ് ഈ സ്വഹാബി വായിലിട്ട കാരക്കച്ചുള്ള എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, മാ ഹംലുക അലാ ഹദാ, എന്താണ് ഈ കാരക്കച്ചുള്ള പുറത്തേക്കിട്ട് യുദ്ധകളത്തിലേക്ക് ചാടാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകാശഭൂമിയോളം വിശാലമായി നിൽക്കുന്ന സ്വർഗത്തിലേക്കുള്ള എന്റെ മുന്നോട്ട് പോക്കിന് ഈ കാരക്കച്ചോട് തടസ്സമാകരുത് എന്ന് ഞാൻ കരുതിയതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് നടത്തുന്ന ആഹ്വാനമുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ മെനക്കെടുക, നിങ്ങൾ തിരക്കിട്ട് പോവുക, നിങ്ങൾ പരിശ്രമിക്കുക, വസാബിഖു, നിങ്ങൾ കിടമത്സരം നടത്തി മുന്നോട്ട് വരിക. എന്തിന്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിനും സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അർളുഹാ സമാവാതു വൽ അർളു, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന് വിശ്വാസികൾ നിങ്ങൾ പരിശ്രമം നടത്തുക എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതുന്ന ആ ആഹ്വാനം സ്വീകരിക്കുന്നവരാണ് നമ്മൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആത്മാർത്ഥമായി എന്താണ് നമ്മൾ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി ഒരു കൂട്ടി വെച്ചത്? ഈ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ് അവർക്ക് സഹായത്തിന് വിധേയമായത്. സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച, സ്വർഗത്തിന് വേണ്ടി തർബിയത്ത് കൊടുത്ത് വളർത്തിയ മക്കളുള്ള ഉമ്മമാരാണ് ബദറിൽ സഹായത്തിന് നിദാനമായത്. സ്വർഗത്തിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വഹാബികളുടെ കൂട്ടമാണ് ബദറിൽ സഹായത്തിന് നിദാനമായത്. സവാദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി സ്വഫ് കിട്ടുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തവിയ സവാദ്. പ്രവാചകന്റെ കയ്യിൽ ഒരു കമ്പ് ഉണ്ടായിരുന്നു. ഈ കമ്പ് കൊണ്ട് സ്വഫ് റെഡിയാക്കി വരുന്ന വേളയിൽ കാലൽപ്പം പിന്നോട്ട് വെച്ച് നിന്നിരുന്ന സവാദ് കാലിന്റെ പിന്നിൽ ഇങ്ങനെ തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തവിയ സവാദ്, നേരെ സ്വഫ് നേരെയാക്കി നിൽക്കൂ സവാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഔജഅതനി ഖദഫനി, എന്നെ അടിച്ചു പ്രവാചകരെ, എനിക്കത് വേദനിച്ചു, എനിക്ക് തിരിച്ച് ഈ വേദന ഞാൻ അനുഭവിച്ചതിന് തിരിച്ച് എനിക്ക് പകരം ചോദിക്കണം, അവസരം നൽകണം എന്ന് പിന്നെ സവാദ് റളിയല്ലാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ അതിനുവേണ്ടി അവസരം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ വസ്ത്രത്തിന്റെ പുറത്തല്ല അങ്ങേ അടിക്കുക, വസ്ത്രമില്ലാത്ത കാലിന്റെ ഭാഗത്താണ് അങ്ങ് എന്നെ അടിച്ചത്, അതുകൊണ്ട് നീതി പുലരണമെങ്കിൽ അങ്ങയുടെയും വിവസ്ത്രമായ ശരീരത്തിലാണ് എനിക്ക് അടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകശഫ അൽ ഖിസാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസ് നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസ്ത്രം ഒന്ന് ഉയർത്തി കൊടുത്തു. അൻ ബത്നിഹി, പ്രവാചകൻ അദ്ദേഹത്തിന്റെ വയറ് കാണുമാറാണ് വസ്ത്രം ഉയർത്തി കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോൾ യുഖബ്ബിലു ബത്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ വയറ് തുരുതുരാ ചുംബിക്കുകയാണ് സവാദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹംലുക അലാ ഹാദാ, പകരം ചോദിക്കാൻ ഒരു അവസരം ചോദിച്ചപ്പോൾ ഖിസാസ് നടപ്പിലാകാൻ വേണ്ടി ഞാൻ എന്റെ വസ്ത്രം ഉയർത്തി തന്നതാണ്, എന്തിനാണ് ഇങ്ങനെ ചുംബിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. യാ റസൂലല്ലാഹ്, അങ്ങ് കാണുന്നുണ്ടല്ലോ നമ്മൾ ആരൊക്കെ വീട്ടിലേക്ക് മടങ്ങി പോകും എന്നതിനെ കുറിച്ച് നിശ്ചയമില്ല, ഒരു സംഘട്ടത്തിനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങയോടുള്ള എന്റെ അവസാനത്തെ ഇടപെടൽ അങ്ങയുടെയും എന്റെയും ചർമ്മങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു രംഗത്തെയാകണമെന്ന് ഞാൻ കൊതിച്ചതുകൊണ്ട് ചോദിച്ചതാണ് പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഇതൊരു പാട്ടാക്കി നമ്മൾക്ക് പലപ്പോഴും ഈ ചരിത്ര സംഭവം കേട്ടിട്ടുണ്ട്. നോക്കൂ, ഞാൻ പറയുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണ വിധേയമായി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച് അതിനുവേണ്ടി എല്ലാ പ്രയത്നവും നടത്തുന്ന, ജിഹാദ് നടത്തുന്ന സ്വഹാബികളുടെ സമീപനം, അള്ളാഹു നൽകുന്ന സഹായത്തിലുള്ള, വാഗ്ദാനത്തിലുള്ള, തൗഹീദിലുള്ള പിന്നെ അവരുടെ പ്രതീക്ഷ, ഇതൊക്കെ കൂടെ കൂടിച്ചേർന്നപ്പോഴാണ് അസംഖ്യമായ സഹായത്തിലൂടെ ഇസ്ലാമിക സൈന്യത്തെ, സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത്. ഈ രംഗം ഓർത്തെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകനുള്ള അനുസരണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, പ്രവാചകരെ അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്യുക, എവിടെ കൊണ്ടുപോയി ഞങ്ങളെ കെട്ടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങ് ചെയ്യുക. ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്താണോ അങ്ങ് ആവശ്യപ്പെടുന്നത് അത് അങ്ങ് എടുക്കുക, ബാക്കിയായി തരുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ ഇന്ന് എടുക്കുന്ന സമ്പത്താണ് എന്ന അനുസരണത്തോടുകൂടി നിൽക്കുന്ന സ്വഹാബത്തിന്റെ പ്രവാചകനോടുള്ള സമീപനം.
ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഇസ്ലാമിക സൈന്യത്തിന് വിജയത്തിനും സഹായത്തിനും ഒക്കെ ഉള്ള നിദാനങ്ങളായി തീരുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സ്വയം പരിശോധിക്കേണ്ടത്, റഹ്മാനായ റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടാതെ വരുന്നുവെങ്കിൽ സ്വർഗത്തോടുള്ള നമ്മുടെ ആഗ്രഹം എന്താണ്? സ്വർഗത്തിന്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തെ മാറ്റിവെച്ച ഉമൈർ റളിയല്ലാഹു അൻഹുവും ഒരുറക്കെങ്കിലും, സ്വർഗത്തിന് വേണ്ടി ഒരു ഉറക്കെങ്കിലും ഒഴിച്ചു നിർത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നോമ്പുകാലത്താണ് നമ്മളുള്ളത്. ഖുർആൻ പ്രവാചകൻ പറഞ്ഞു, അസ്സിയാം വൽ ഖുർആൻ യുശഫിആനി ലി അഹ്ലി. ഖുർആനും നോമ്പും അതിന്റെ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. എന്താണ് നോമ്പ് ശഫാഅത്ത് ചെയ്യുക? നോമ്പ് പറയും, മനഅതുഹു അശ്ശഹവാത്ത്, അവന്റെ ആഗ്രഹങ്ങളെ ഞാനാണ് തടഞ്ഞത് എന്ന് നോമ്പ് പറയും. ഇന്ന് നോമ്പ് 14ാമത്തെ നോമ്പ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ 10 കഴിഞ്ഞു. ഏകദേശം ഒരു നോമ്പിന് റമദാന്റെ പകുതി കഴിയുന്നു. ഈ പകുതി കഴിയുന്ന നോമ്പ് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കാൻ നോമ്പ് ഒരു കാരണമായി, അനുസരണത്തിലൂടെ മുന്നോട്ട് പോകാൻ നോമ്പ് ഒരു കാരണമായി? നോമ്പ് നമുക്ക് വേണ്ടി സാക്ഷി പറയുമോ? പരിശുദ്ധ ഖുർആൻ 2 നിലക്ക് സാക്ഷി പറയും. ഒന്നുകിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയും, അല്ലെങ്കിൽ നമുക്കെതിരായി സാക്ഷി പറയും. പിന്നെ ഇതുവരെയുള്ള നമ്മുടെ ആയുഷ്കാലത്ത്, പ്രത്യേകിച്ച് റമദാന്റെ 10-14 ദിവസത്തെ എടുത്ത് പരിശോധിച്ചാൽ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയോ, അതല്ല നമുക്കെതിരായി സാക്ഷി പറയുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിലൊക്കെ വ്യതിരക്തമാകുന്ന ഒരു രംഗം സ്വാഭാവികമായും ഉണ്ടാകുമ്പോഴാണ് ഈ വിജയവും സഹായവും സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ബദറിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണം അല്ലെങ്കിൽ ബദർ ചരിത്രമൊക്കെ എല്ലാ വർഷവും റമദാനിൽ നാടിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. പക്ഷെ അർഹിക്കുന്ന രൂപത്തിലല്ല എന്നതിൽ തർക്കമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ബദർ നടക്കുന്ന സമയത്ത് ഖുറൈശികളുടെ കൂടെയാണ്. അദ്ദേഹം പറയാണ്, പ്രവാചകരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദറിന്റെ രണാങ്കണത്തിലെങ്ങാനും നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ, നേർക്ക് നേരെ കണ്ടിരുന്നെങ്കിൽ എന്റെ ആയുധം അങ്ങയുടെ മേൽ പതിക്കുമായിരുന്നില്ല. അങ്ങയുടെ ഒപ്പയാണല്ലോ, ഞാൻ അങ്ങയെ വേദനിപ്പിക്കുമായിരുന്നില്ല. അത് ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മദീനത്ത് നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, എന്നാൽ കേൾക്കണോ, ബദറിന്റെ രണാങ്കണത്തിലെങ്ങാനും ഞാൻ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്റെ വാൾത്തലപ്പ് നിന്റെ തലയിൽ പതിക്കുമായിരുന്നു. കാരണം ഇത് തൗഹീദിന്റെ പോരാട്ടമാണ്. മക്കയിൽ ഖുറൈശികളായി വന്നിട്ടുള്ള മുഴുവൻ ആളുകളും മുഹാജിറുകളായി ഇപ്പുറത്ത് സംഘത്തിൽ നിൽക്കുന്നവരുടെ ഉപ്പമാരാണ്, അളാപ്പമാരാണ്, മൂത്താപ്പന്മാരാണ്, അമ്മാവന്മാരാണ്, സുഹൃത്തുക്കളാണ്, രക്തബന്ധമുള്ളവരാണ്. ആ രക്തബന്ധമുള്ളവരുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ കുട്ടികളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ. ഒരു ചെറിയ അപകടം അവർക്ക് പറ്റിയെന്ന് കേട്ടാൽ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനോടുള്ള പ്രതിബദ്ധതയല്ല, അല്ലെങ്കിൽ മകൻ എന്ന നിലക്ക് വളർത്തി വലുതാക്കിയ രംഗത്തെ വികാരത്തെയും ആഗ്രഹത്തെയും ഇഷ്ടത്തെയും ഒന്നും ത്യജിക്കുകയല്ല. അതിനേക്കാളൊക്കെ അപ്പുറത്ത് തൗഹീദിനുള്ള ഒരു സ്ഥാനത്തെയാണ്, ആദർശ രംഗത്തുള്ള ഒരു പ്രതിബദ്ധതയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ബദരീങ്ങളിൽപ്പെട്ട മുഴുവൻ മുഹാജിറുകളും അവരവരുടെ രക്തബന്ധമുള്ളവരോട് പോരാടിയതിന്റെ ഒരേ ഒരു കാരണം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന പ്രഖ്യാപനാണ്. മറുഭാഗത്ത് അബൂജഹൽ പറഞ്ഞു, അതജഅലു ആലിഹതന ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എന്നൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് ആക്കകാരണന്മാരായി കാലം ഇത്രയും ആരാധിച്ചു വരുന്ന ആരാധ്യന്മാരെ മാറ്റി ഒറ്റ ആരാധ്യൻ എന്ന മുദ്രാവാക്യമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് അംഗീകരിക്കുക സാധ്യമല്ല എന്ന് അബൂജഹൽ പ്രഖ്യാപിച്ചു. കൂടെയുള്ളവർ പ്രഖ്യാപിച്ചതിനെതിരെയാണ് രക്തബന്ധമുള്ള മക്കളുടെയും ഉപ്പമാരുടെയും അളാപ്പമാരുടെയും മൂത്താപ്പമാരുടെയും ഒക്കെ ഇടയിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ബദരീങ്ങൾക്ക് ഉണ്ടായത്. എന്നിട്ട് ആ ബദരീങ്ങളെ അള്ളാഹുവിന് പുറമെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപമാനമാണ് ബദരീങ്ങൾക്ക് അത്തരം ആളുകൾ വെച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ബദരീങ്ങൾ അവർ പ്രയാസപ്പെട്ടും പ്രയത്നിച്ചും കഷ്ടപ്പെട്ടും ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടത് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ പേരില. അള്ളാഹുവിനെ നിഷേധിച്ചതിന്റെ പേരിലല്ലല്ലോ. ഖുറൈശികളിൽ ഒരാളും അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പോലും കാബങ്കത്തിങ്കൽ പോയി അബൂജഹൽ നടത്തിയ പ്രാർത്ഥന ചരിത്രത്തിൽ പിന്നെ പ്രസിദ്ധി ആർജിച്ച സംഭവമാണ്. അബൂജഹൽ പറയുന്നുണ്ട്, ഇവിടെ അനൈക്യം ഉണ്ടാക്കിയത് ആരാണെന്ന് റബ്ബേ നിനക്കറിയാം, കുടുംബങ്ങൾ തമ്മിൽ ഛിദ്രതയുണ്ടാക്കിയത് ആരാണ് എന്ന് നിനക്കറിയാം, സമൂഹത്തിൽ ഒരു സംഘത്തെ മാറ്റി നിർത്തപ്പെടാൻ കാരണമായ ആദർശങ്ങളോട് കൊണ്ടുവന്നത് ആരാണ് എന്ന് റബ്ബേ നിനക്കറിയാം. അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അള്ളാഹുവോട് കാബത്തിങ്കൽ ചെന്ന് പ്രാർത്ഥിച്ചാണ് അബൂജഹൽ ഖുറൈശികളെയും കൂട്ടി ബദറിലേക്ക് വന്നത്. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോടാണ്. എന്താ വ്യത്യാസം? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രവാചകനും സ്വഹാബികളും, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരും വേണമെന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ആദർശമായി സ്വീകരിക്കുകയും ചെയ്ത ഖുറൈശികൾ മറുഭാഗത്തു. അപ്പൊ ബദരീങ്ങളോട് സ്നേഹമുള്ളവർ, ബദരീങ്ങൾ ഏതൊരു ആദർശത്തിന്റെ വിഷയത്തിലാണോ
പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ആ ആദർശത്തോട് പ്രതിബദ്ധത കാണിക്കുകയാണ് ബദരീങ്ങളോടുള്ള സ്നേഹം. ബദരീങ്ങളെ സ്നേഹിക്കാത്തവർ വിശ്വാസികളല്ല എന്ന് 100% ഉറപ്പിച്ച് നമ്മൾ പറയും. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പ്രവാചകനോട് ചോദിച്ചു, സ്വഹാബികളിൽ ആരാണ് ശ്രേഷ്ഠർ? പ്രവാചകൻ, അങ്ങയുടെ കൂടെയുള്ളവരിൽ ആരാണ് ഉത്തമർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണ് ഉത്തമർ. മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മലക്കുകളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് ശ്രേഷ്ഠർ. എന്നിട്ട് ഒരു സന്തോഷ വാർത്ത കൂടെ ബദരീങ്ങളെ അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇഫ്അലൂ മാ ശിഅ്തും ഖദ് ഗഫറല്ലാഹു ലക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ തോന്നിയത് നിങ്ങൾ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത വഹി മുഖേന അറിയിക്കപ്പെട്ടവരാണ് ബദരീങ്ങൾ. അവരുടെ സ്ഥാനത്ത് നിഷേധിക്കാൻ ആർക്കാണ് പറ്റുക? അവരുടെ കൂടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അവരെ സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അവരോട് സ്നേഹിക്കാത്തവർ, സ്നേഹം പുലർത്താത്തവർ, ബദരീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഹാബിയോട് അനിഷ്ടം ചെറുതെങ്കിലും കാണിച്ചാൽ അവരുടെ ഈമാൻ പിന്നെ അവതാളത്തിലാണെന്ന് തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൽ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഈമാനിന്റെ അടയാളം അൻസാറുകളോടുള്ള സ്നേഹമാണ്. നിഫാഖിന്റെ അടയാളം അൻസാറുകളോടുള്ള കോപവുമാണ്, അനിഷ്ടക്കേടുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബദരീങ്ങളെ സ്നേഹിക്കുക ഈമാനിന്റെ ഭാഗമാണ് എന്നതിൽ തർക്കമില്ല. പക്ഷെ ആ സ്നേഹം എങ്ങനെയാകണം? അവർ ഏതൊരു ആദർശത്തിന്റെ വിഷയത്തിലാണോ പോരാടാൻ വേണ്ടി നിമിത്തമായത്, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചൊരു പോരാട്ടത്തിന് അവർ ഇറങ്ങി പുറപ്പെട്ടത്, അവരിൽ പലരും ഷഹീദായി മരണപ്പെട്ടു പോയത്, ആ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു ഇഞ്ച് വിടാതെ കണിശമായി നിലനിന്നുകൊണ്ട് അവർ കാണിച്ച സൂക്ഷ്മത കാണിക്കലാണ് ബദരീങ്ങളോടുള്ള സ്നേഹം. ആ ബദരീങ്ങളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അങ്ങേയറ്റത്തെ അപമാനം അവർക്ക് കൂടെ പകർന്നു കൊടുക്കലാണ്. അത് ശിർക്കാണ് എന്നതിനോട് തർക്കമില്ല. നമ്മളത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിതിന് ചരിത്രവും ഗുണപാഠവും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയുണ്ട്. അതെന്താ? പിന്നെ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമു സ്വാബിരീൻ. നമ്മൾ വിചാരിക്കുക ഈ യുദ്ധവും നോമ്പും തമ്മിൽ അങ്ങേറ്റത്തെ ബന്ധമുണ്ട് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. യുദ്ധവും നോമ്പും തമ്മിൽ ബന്ധമുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ഭൗതികപരമായ എല്ലാ ശാരീരികമായ എല്ലാ ആഗ്രഹങ്ങളും മടക്കി പിടിച്ച് പോകുന്ന ജിഹാദാണെങ്കിൽ, നോമ്പ് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന ശാരീരികമായ ആവശ്യങ്ങളോട് ജിഹാദ് നടത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഇബാദത്താണ്. ഇത് തമ്മിൽ ബന്ധമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ചോദിക്കാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്? എങ്ങനെ? അള്ളാഹു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജിഹാദ് ചെയ്യാൻ, സമരം നടത്താൻ, ധർമ്മസമരം നടത്താൻ, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി പ്രയത്നിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുന്നവരാരാണ് എന്ന് റബ്ബ് മനസ്സിലാക്കാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന പരിശുദ്ധ ഖുർആന്റെ ചോദ്യം. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഫറോക്കിൽ ലഹരി വിരുദ്ധ ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ അവിടുത്തെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പിന്നെ പെർമിഷന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു സ്ത്രീയും അവരുടെ ഒരു മകളും ഉണ്ട്. ഒരു മുസ്ലിം സ്ത്രീ, ഒരു പ്രായമായ ഒരു മുസ്ലിം സ്ത്രീ, അവരുടെ ഒരു മകളും അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്തിനാ വന്നത്? പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാ വന്നത്. എന്തിൽ നിന്നാ പ്രൊട്ടക്ഷൻ വേണ്ടത്? അവർ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് വന്നത് നാട്ടിലെ കുപ്രസിദ്ധമായ ഏതെങ്കിലും ഗുണ്ട അവരെ ആക്രമിക്കുന്നത് കൊണ്ടല്ല, ഏതെങ്കിലും പൂവാലന്മാർ ആ പെൺകുട്ടിയെ പ്രയാസപ്പെടുത്തുന്നു എന്ന കാരണം കൊണ്ടല്ല, കള്ളന്റെ ശല്യം അവിടെ ഉണ്ട്, വീട്ടിൽ പ്രൊട്ടക്ഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ആ ഉമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച മകനിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ഉമ്മ നിൽക്കുകയാണ്, ഒരു മകളെയും കൊണ്ട്. എന്താ പ്രശ്നം? വൈകുന്നേരം ആകുമ്പോഴേക്കും ലഹരിക്ക് ഉപയോഗിച്ച് വന്ന് ഭയങ്കരമായ ആക്രമണം, പീഡനം ഈ ഉമ്മയോട് നടത്തുന്നു. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ, സ്വന്തം മകനിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയാൻ പോലീസ് സ്റ്റേഷനിൽ ഉമ്മമാർ കാവൽ നിൽക്കുന്ന, അപേക്ഷയുമായി ചെന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിന്റെ ഒരു തീവ്രതയെ കുറിച്ച് ആരോടും കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ലാത്ത വിധം ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം അധാർമികതകൾക്കെതിരെ തൗഹീദിന്റെയും ശിർക്കിന്റെയും പ്രബോധനം നടത്തുന്നതോടൊപ്പം ഇത്തരം അധാർമികതകൾക്കെതിരെ പോരാടി നിൽക്കാൻ അള്ളാഹു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഉമ്മമാരോട് കൊടുക്കേണ്ട ഒരു ഉപദേശം നമ്മൾ കൊടുക്കണം. ഈ മക്കളോട് നൽകേണ്ട ഒരു ഉപദേശം നമ്മൾ കൊടുക്കണം. ഇത് ആവശ്യപ്പെട്ട് നിൽക്കുന്ന ആയിരങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഉണ്ട്. അവരോട് തെറ്റിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നത് തർക്കമില്ല. ഇത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ബനൂ ഇസ്രായേലുകാർ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, അവർ അവരുടെ സമൂഹത്തിൽ കാണുന്ന മുൻകറുകളെ നിഷേധിക്കാറുണ്ടായിരുന്നില്ല, നന്മ കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. അതാണ് അവർ നശിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ഞാൻ അതിന്റെ ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞ് സ്വന്തം അവർ കൃത്യമായി പുലർത്തും. എന്നാലോ പിന്നെ അവർ എന്താക്കാറില്ല, അവർ കാണുന്ന മുൻകറുകളെ അവർ നിരോധിക്കല്.
അവരുടെ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയെ അവർ എതിർക്കാറില്ല, അതിനെതിരെ പറയാറില്ല. ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അതിന്റെ തീവ്രത വളരെ വലുതാണ്. സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാവരും ഭാഗവാക്കാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. വയാലമ സ്വാബിരി, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ക്ഷമയോടുകൂടെ നിൽക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറാഇക്കും അയ്യാമു സ്വബിരി, നിങ്ങൾക്കൊരു ക്ഷമയുടെ കാലഘട്ടം പിൽക്കാലത്ത് വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ക്ഷമിച്ചു നിൽക്കുക എന്നതൊക്കെ ഖബ്ലിന അലൽ ജംർ, തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അത്ര ഫിത്നകളിലായിരിക്കും അവരുണ്ടാകുക. ദീനനുസരിച്ച് പോകുക എന്ന് പറഞ്ഞാൽ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന അത്ര പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അജ്റു 50 ആളുകളുടെ പ്രതിഫലമുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, 50 മിൻഹും ഔ 50 മിന്ന, ഏത് 50 ആളുകൾ? ആ കാലഘട്ടത്തിലെ 50 സ്വാലിഹീങ്ങളുടെ പ്രതിഫലമാണോ, അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബിയുടെ കൂട്ടത്തിൽ 50 ആളുകളുടെ പ്രതിഫലമായിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 മിൻകും, സ്വഹാബികളിലെ 50 ആളുകളുടെ പ്രതിഫലം ക്ഷമയോടുകൂടെ നിൽക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് പറയും. ഇങ്ങനെ ക്ഷമയോടുകൂടെ നിൽക്കാതെ, പരിശ്രമിക്കാതെ, പോരാട്ടം നടത്താതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അതൊരു വൃഥാവിലായ ചിന്തയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആയത്തിലെ ജിഹാദിനെയും നോമ്പിനെയും ഒക്കെ അനുസ്മരിക്കുന്ന ആ ഘട്ടങ്ങളിലോ കടന്നു പോകുന്ന ആളുകൾ നിനക്ക് നമ്മൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മുടെ എല്ലാ നിലക്കുമുള്ള ന്യൂനതകളെ പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നോമ്പും നിസ്കാരവും ഖുർആനത്തും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഈമാനോടെ ഇഹ്തിസാബോടെ ലൈലത്തുൽ ഖദർ നിന്ന് നിസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിലക്കും ചെറുതും വലുതുമായി വന്നിട്ടുള്ള തിന്മകൾ നിന്റെ മഹത്തായ ഫضലുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി എത്തുന്ന റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങൾ, അവരുടെയൊക്കെ നീ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സുബറോടെ പരീക്ഷണങ്ങൾ നേരിടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖദീൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ ولوالدينا من النار. ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين. امين امين برحمتك يا ارحم الراحمين.